ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി ആൻഡ് ബി ഫാമിലിയുടെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. അപ്പം നമ്മളിന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ കുറുമ വെക്കാനുള്ള പരിപാടിയാണ്. ചിക്കൻ കുറുമ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കുറുമ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തു. സ്റ്റീൽ പാത്രമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. സ്റ്റീൽ പാത്രം എടുത്ത് ആദ്യം എണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഏകദേശം ഒരു 4-5 ഏലക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സവാള 3 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ട് 3 സവാള, അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നല്ലപോലെ എണ്ണയ്ക്കകത്ത് വാട്ടിയെടുക്കണം. എണ്ണയ്ക്കകത്ത് നല്ലപോലെ വാട്ടി അതിൻ്റെ ഒരു ബ്രൗൺ കളറ്, സവാള നല്ലപോലെ വെന്തൊരു ബ്രൗൺ കളറാണ്. സവാള പെട്ടെന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതാണ്. സവാള നല്ലപോലെ വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സവാള പകുതി വാടി വന്നപ്പോഴത്തേക്ക് നമ്മളിതിനകത്തേക്ക് ഒരു തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒരു പകുതി വേഗമാകുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിയും സവാള ഒരേപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ എണ്ണയ്ക്കകത്ത് വാടി വന്നിട്ടുണ്ട്. ഏകദേശം സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ ബ്രൗൺ കളറായി വരുന്നിടം വരെ നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കണം. ആ വാടി വന്നതിന് ശേഷം നമുക്ക് മിക്സിക്കകത്ത് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മിക്സിക്കകത്ത് അടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബദാം, അതിന് ശേഷം നമുക്ക് സവാള മാറ്റിയ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ചൂട് മതി, ഫ്ലെയിം കുറച്ച് വെക്കുക. അതിനകത്തേക്ക് നമുക്ക് ചെറിയ ടീസ്പൂണിന് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 2 സാധനങ്ങളും നമുക്ക് എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ച മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കുക. കരിയാൻ പാടില്ല. നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കരിയാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറുമയാണ്, സ്പെഷ്യൽ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ആണ് കുറുമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുറുമയ്ക്കകത്തേക്ക് അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തക്കാളി, വെളുത്തുള്ളി എല്ലാം നമ്മൾ പേസ്റ്റ് ആക്കിയത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് മസാലയായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം. മസാലയായിട്ട് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ആ തക്കാളി പേസ്റ്റ് ആക്കിയത് നമ്മളൊന്ന് ജാറ് കഴുകി ഇങ്ങോട്ട് എടുത്ത് ചെറിയ രീതിയിലൊരു വെള്ളമൊക്കെ ആഡ് ചെയ്താണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലപോലൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിനകത്ത് അരപ്പൊക്കെ നല്ലപോലൊന്ന് വേകുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് തേങ്ങാപ്പാലാണ്. നമ്മൾ 1 തേങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അതിനകത്ത് 2ാം പാല്, ഏകദേശം ഒരു 1/2 കപ്പ് പാല്, 2ാം പാല് നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. ചെറിയ കപ്പാണ്. ചെറിയ കപ്പിന് ഒരു 1/2 കപ്പ് പാലുണ്ടായിരുന്നു. 2ാം പാല് നമ്മൾ ആദ്യം 2ാം പാൽ ഒഴിക്കുക. 1ാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത്
അവസാനം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്നാം പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കറി തിളച്ചതിന് ശേഷം നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു 300 ഗ്രാം ചിക്കനാണ്. അത് ഏകദേശം ചെറിയ പീസായിട്ട് എറിഞ്ഞ ചിക്കനാണ്. എല്ലിൻ്റെ പീസും മാംസവും എല്ലാം കൂടെ മിക്സഡായിട്ടുള്ളൊരു ചിക്കനാണ്. അപ്പോൾ നമ്മളൊരു 400 ഗ്രാമോളം ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. 300-400 ഇടയ്ക്കുള്ളൊരു അളവിലുള്ള ചിക്കനുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് ഉപ്പിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ടേബിൾ സ്പൂണിനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഉള്ളി വാടാൻ വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഇട്ടത്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ചിക്കനും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഇനി നമുക്ക് കുരുമുളക് വേണം കേട്ടോ. ഒരു ചെറിയ ടേബിൾ സ്പൂൺ കുരുമുളക് ഇതിനു വേണ്ടി നമ്മൾ മിക്സിക്കകത്ത് പൊടിച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ തിളച്ച് ചിക്കൻ ഏകദേശം ഒരു ചെറുതായിട്ട് ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് വെന്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ബദാം എടുത്തിട്ടുണ്ടായിരുന്നു. ബദാം വെള്ളത്തിലിട്ടത് ഏകദേശം ഒരു 10-15 ബദാം എടുത്ത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത് 1/2 ഗ്ലാസ് ബദാം ഉണ്ടായിരുന്നു. ആ ബദാമും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ബദാമും അണ്ടിപ്പരിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. അപ്പം ബദാമും ഉണ്ടെങ്കിൽ ബദാം ആഡ് ചെയ്യാം. അതല്ല അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സാധനം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. കുരുമുളകും ഉപ്പുമൊക്കെ നല്ലപോലെ ചിക്കനിലൊന്ന് പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ 1 ഗ്ലാസ് പാലുണ്ടായിരുന്നു. നമുക്ക് 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളൊരു ചെറിയ ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് നമ്മൾ 1 ടീസ്പൂണാണ്, മാറിപ്പോകരുത്, ടേബിൾ സ്പൂണല്ല ടീസ്പൂണാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1-ാം പാലും 1 ചെറിയ ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കണം. അപ്പം ഗോതമ്പ് ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ഇടുക. നമുക്ക് ഏകദേശം ഒരു 4 ദോശ ഉണ്ടാക്കത്തക്ക രീതിയിലാണ്. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനായത് കാരണം നമ്മൾ 4 ദോശ കണക്കാക്കി ഒഴിച്ചിട്ടുണ്ട്. പൊടി എടുക്കുക, ആവശ്യമായ വെള്ളം, ചെറിയ രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അവരവരുടെ ആവശ്യത്തിന് വേണ്ടുന്ന രീതിയിലുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ദോശയൊന്ന് ചൂടാം. ഗോതമ്പ് ദോശ ചൂടാൻ പോവാണ്. നമ്മൾ ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഗോതമ്പ് ദോശ ചുട്ടെടുക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ ചിക്കൻ കുറുമയുടെ കൂടെ നമ്മളിന്ന് റെഡിയാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഗോതമ്പ് ദോശ 1 സൈഡ് വെന്തു. നമുക്ക് മറിച്ചിട്ട് മറു സൈഡ് ഒന്ന് വേവിക്കണം. 2 സൈഡും ഒരേപോലെ നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ 1 സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡ് ഇവിടെ വേവിച്ചിട്ട് നമുക്ക് പ്ലേറ്റിനകത്തേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഗോതമ്പ് ദോശ വെന്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത 2ാമത്തെ ദോശ നമ്മൾ ഒഴിച്ചു. 2ാമത്തെ ദോശയും നമ്മൾ ഇനി ഒന്ന് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2ാമത്തെ ദോശയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2ാമത്തെ ദോശയും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു 3ാമത്തെ ദോശയും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ 3ാമത്തെ ദോശയും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസുള്ള മാവ്, 1 ദോശയ്ക്കുള്ള മാവുണ്ട്, അതും കൂടെ നമുക്ക്
ഫ്രൈ പാനിലിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ അവസാനത്തെ ദോശയാണ്, 4ാമത്തെ ദോശയാണ്. 4ാമത്തെ ദോശ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ദോശയും ചിക്കൻ കുറുമയായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അടിപൊളി സാധനമാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിന്ന് കുറുമയും ഗോതമ്പ് ദോശയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. സൂപ്പർ കുറുമയാണ്, ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.